കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിമാരുടെ ഭരണ നടപടികളും രാഷ്ട്രീയ തീരുമാനങ്ങളും പോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിലും മാധ്യമങ്ങളിലും എക്കാലത്തും കൗതുകത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അവരുടെ യാത്രാ ശൈലികൾ. ഒരു ഭരണാധികാരി സഞ്ചരിക്കുന്ന വാഹനം, അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ വലിപ്പം, റോഡിലിറങ്ങുമ്പോൾ സാധാരണ ജനങ്ങൾ നേരിടേണ്ടി വരുന്ന നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം ആ സർക്കാരിന്റെ ജനകീയത അളക്കാനുള്ള മാനദണ്ഡങ്ങളായി മാറാറുണ്ട്. മുൻ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും കാറിന്റെ പിൻസീറ്റിലിരുന്ന് കേരളം ഭരിച്ചപ്പോൾ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ പഴയ ശീലം കൈവിടാതെ കാറിന്റെ മുൻസീറ്റിലേക്ക് മാറുന്നത് കേരള രാഷ്ട്രീയത്തിലും ആഭ്യന്തര വകുപ്പിലും ഒരേ സമയം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ യാത്രകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഓരോ നേതാവിന്റെയും രാഷ്ട്രീയ വ്യക്തിത്വവും അവർ ജനങ്ങളെ എങ്ങനെ സമീപിക്കുന്നുവെന്ന രീതിയും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാറിന്റെ മുൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ രീതിയെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രാ മാതൃകയാണ്. പ്രധാനമന്ത്രിയും പലപ്പോഴും ഔദ്യോഗിക യാത്രകളിൽ കാറിന്റെ മുൻസീറ്റിലിരുന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യാറുണ്ടെന്നും അത് സുരക്ഷയ്ക്ക് വലിയ തടസ്സമാകുന്നില്ലെന്നുമാണ് ഇവരുടെ വാദം. എന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻസീറ്റ് യാത്രയുടെ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനവും പോലീസിനുണ്ടാകുന്ന തലവേദന ചെറുതല്ല. കേരളം സമീപകാലത്ത് സാക്ഷ്യം വഹിച്ച 3 പ്രമുഖ നേതാക്കളുടെ യാത്രാശൈലികൾ പരസ്പരം തികച്ചും വ്യത്യസ്തവും അതാത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതുമായിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രാശൈലി തികച്ചും ഔദ്യോഗികവും സുരക്ഷാ മാനദണ്ഡങ്ങൾ അണുകിട തെറ്റാതെ പാലിക്കുന്നതുമായിരുന്നു. കറുത്ത ആഡംബര കാറിന്റെ പിൻസീറ്റിൽ കനത്ത സുരക്ഷാ വലയത്തിൽ ഉള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾ. മുഖ്യമന്ത്രി കടന്നു പോകുന്ന പാതകളിൽ മിനിറ്റുകൾക്ക് മുൻപേ ജനങ്ങളെയും മറ്റു വാഹനങ്ങളെയും തടയുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നും സ്വന്തം പാർട്ടി അണികളിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ 12-ലധികം വരുന്ന വലിയൊരു വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെയുള്ള ആ യാത്രകൾ പലപ്പോഴും കടുത്ത പൊതുജന വിമർശനങ്ങൾക്കും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. കറുത്ത തുണി കൊണ്ട് റോഡരികിലെ കാഴ്ചകൾ മറച്ചതും കരിങ്കൊടി പ്രതിഷേധങ്ങളെ നേരിടാൻ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചതും വലിയ വിവാദമായിരുന്നു. എന്നാൽ VIP സുരക്ഷയ്ക്കായുള്ള കേന്ദ്ര സംസ്ഥാന ഗൈഡ് ലൈനുകൾ കൃത്യമായി പാലിക്കാൻ ഈ കർശന ശൈലി പോലീസിന് ഏറെ എളുപ്പമായിരുന്നു. പിണറായി വിജയന്റെ ശൈലിക്ക് നേർ വിപരീതമായിരുന്നു ജനകീയനായ ഉമ്മൻചാണ്ടിയുടെ രീതി. അദ്ദേഹത്തിന്റെ കാറിൽ പിൻസീറ്റിൽ എപ്പോഴും ജനങ്ങളും പ്രാദേശിക നേതാക്കളാലും നിറഞ്ഞിരുന്നു. ഡ്രൈവർക്ക് പുറമെ മുൻസീറ്റിൽ ഒരൊറ്റ ഗൺമാൻ മാത്രമാണ് ഉണ്ടാകുക. പിൻസീറ്റിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം 3-4 പേർ ഒതുങ്ങി ഞെരുങ്ങിയിരുന്നായിരുന്നു യാത്രകൾ. വണ്ടി ട്രാഫിക്കിൽ പതുക്കെ നീങ്ങുമ്പോൾ പോലും ജനങ്ങൾക്ക് കാറിന്റെ ജനാലയിലൂടെ പരാതികൾ നേരിട്ട് നൽകാനും മുഖ്യമന്ത്രിയോട് സംസാരിക്കാനും കഴിഞ്ഞിരുന്നു. യാത്രക്കിടയിലും കാറിനുള്ളിലിരുന്ന് അദ്ദേഹം ഫയലുകൾ ഒപ്പിടുകയും ഫോൺ കോളുകൾക്ക് മറുപടി നൽകുകയും ചെയ്യുമായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടും നിയമപരമായ റിസ്ക്കും സൃഷ്ടിച്ചിരുന്നെങ്കിലും ജനങ്ങളിലേക്ക് പരമാവധി ഇറങ്ങിച്ചെല്ലാൻ ഉമ്മൻചാണ്ടി ഈ ശൈലി തന്നെയാണ് എപ്പോഴും ആഗ്രഹിച്ചതും നടപ്പിലാക്കിയതും. ഈ 2 പരമ്പരാഗത രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ശൈലി. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽക്കേ കാറിന്റെ മുൻസീറ്റിലാണ് യാത്ര ചെയ്യുന്നത്. മുഖ്യമന്ത്രി പദവിയിൽ എത്തുമ്പോഴും ആ പഴയ ശീലം ഉപേക്ഷിക്കാൻ താൻ തയ്യാറല്ലെന്ന കൃത്യമായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. എന്നാൽ ഈ ജനകീയ മാറ്റം ഔദ്യോഗിക സുരക്ഷാ ചുമതലയുള്ള പോലീസിന്റെ ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. VIP സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് രാജ്യത്തെ മുൻനിര പദവികളിൽ ഇരിക്കുന്ന ഭരണാധികാരികൾ കാറിന്റെ പിൻസീറ്റിൽ ഡ്രൈവർക്ക് തൊട്ട് പിന്നാലെയുള്ള സുരക്ഷിതമായ ഭാഗത്താണ് ഇരിക്കേണ്ടത്. വാഹനത്തിന്റെ ഘടന അനുസരിച്ച് ഏറ്റവും സുരക്ഷിതമായ ഇടം പിൻസീറ്റാണ്. എന്നാൽ മുഖ്യമന്ത്രി മുൻസീറ്റിലേക്ക് മാറുമ്പോൾ നിരവധി ഗുരുതരമായ സുരക്ഷാ വെല്ലുവിളികളാണ് ഉയരുന്നത്. കാറിന്റെ മുൻസീറ്റിലിരുന്നാൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിലോ വഴിയിലെ ആക്രമണങ്ങളിലോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി ശരീരമാകെ പൊതിഞ്ഞ് പെട്ടെന്ന് സംരക്ഷിക്കാൻ കഴിയില്ല. പിൻസീറ്റിലാണെങ്കിൽ മുന്നിലിരിക്കുന്ന ഗൺമാൻ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് VIP കവചം ഒരുക്കാൻ സാധിക്കും. കാറിന്റെ മുന്നിലെ വിൻഷീൽഡ് ഗ്ലാസിലൂടെയുള്ള കാഴ്ച കൂടുതൽ വ്യക്തവും വലുതായതിനാൽ ദൂരത്തു നിന്നുള്ള ആക്രമണ സാധ്യതകൾ വർദ്ധിക്കുമെന്ന് പോലീസ് ഭയപ്പെടുന്നു. മുൻസീറ്റിലിരിക്കുന്ന വ്യക്തിയെ പുറത്തുനിന്നും കൃത്യമായി തിരിച്ചറിയാൻ എളുപ്പമാണ്. കടുത്ത സുരക്ഷാ ഭീഷണിയുള്ള VIP സഞ്ചരിക്കുമ്പോൾ അകമ്പടി വാഹനങ്ങളിലെ കമാൻഡോകൾക്ക് തങ്ങളുടെ തൊട്ടു മുന്നിലെ വാഹനത്തിന്റെ പിൻസീറ്റിലിരിക്കുന്ന വ്യക്തിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ എളുപ്പമാണ്. എന്നാൽ മുഖ്യമന്ത്രി മുൻസീറ്റിലേക്ക് മാറുമ്പോൾ ഈ നിരീക്ഷണം പൂർണ്ണമായും തടസ്സപ്പെടും. മുൻസീറ്റിൽ സാധാരണയായി ഇരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ജീവന് കാവൽ നിൽക്കുന്ന ഗൺമാനാണ്. വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ആദ്യം ഇറങ്ങി നേരിടേണ്ടത് ഗൺമാനാണ്. എന്നാൽ ഗൺമാനെ പിൻസീറ്റിലേക്ക് മാറ്റി മുഖ്യമന്ത്രി മുന്നിലിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളെ ആകെ അട്ടിമറിക്കുമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായി സമ്മതിക്കുന്നത്. മുൻ സർക്കാർ ഉപയോഗിച്ചിരുന്ന വലിയ അകമ്പടി വാഹന വ്യൂഹം, ആംബുലൻസും ഉൾപ്പെടുന്ന സന്നാഹം പൂർണ്ണ ഉപേക്ഷിക്കുമെന്ന് വി.ഡി. സതീശന്റെ കടുത്ത പ്രഖ്യാപനം പോലീസിന് ഇരട്ടി തലവേദനയായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ട്രാഫിക് സിഗ്നലുകൾ ഓഫാക്കില്ലെന്നും പൊതുജനങ്ങളെ വഴിയിൽ തടയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പൈലറ്റും ഒരു എസ്കോർട്ടും വാഹനം മാത്രമായി മുഖ്യമന്ത്രിയുടെ യാത്ര ചുരുങ്ങുമ്പോൾ സാധാരണ ട്രാഫിക്കിൽ VIP എങ്ങനെ സുരക്ഷ ഒരുക്കുമെന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ല.
നഗരങ്ങളിലെ കടുത്ത ഗതാഗതക്കുരുക്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനം സാധാരണ വണ്ടികൾക്കൊപ്പം കിടക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള സുരക്ഷാ വീഴ്ചകൾ ചെറുതല്ല. VIP വാഹനങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഒരു സുരക്ഷിത വലയം ആവശ്യമാണ്. അകമ്പടി വാഹനങ്ങൾ കുറയുമ്പോൾ ഈ വലയം ഇല്ലാതാവുകയും മറ്റു വാഹനങ്ങൾക്കും അപരിചിതർക്കും മുഖ്യമന്ത്രിയുടെ കാറിന് തൊട്ടടുത്തെത്താൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ഇത് സുരക്ഷാ ചുമതലയുള്ള സിറ്റി പോലീസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ ജനകീയ ശൈലിയും ഭരണപരമായ ചെലവ് ചുരുക്കൽ നടപടികളെയും പൊതുസമൂഹം വലിയ ആശ്വാസത്തോടെയും കയ്യടിയോടെയുമാണ് കാണുന്നത്. VIP സംസ്കാരത്തിന്റെ അനാവശ്യ പ്രൗഢി ഒഴിവാക്കുന്നത് നല്ലൊരു സന്ദേശമാണ് നൽകുന്നത്. എങ്കിലും ഔദ്യോഗിക സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് നിയമപരമായി വലിയൊരു ബാധ്യതയാണ്. സുരക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ അപകടമോ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസിനായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ ലംഘിക്കാതെ മുഖ്യമന്ത്രിയുടെ താല്പര്യം മാനിച്ചുകൊണ്ട് പുതിയൊരു സുരക്ഷാ പ്ലാൻ തയ്യാറാക്കാനുള്ള അടിയന്തര ചർച്ചകളിലാണ് ആഭ്യന്തര വകുപ്പ്. പ്രധാനമന്ത്രി മോദിയുടെ യാത്രാ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത കേന്ദ്രങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സുരക്ഷാ കാര്യങ്ങളിൽ പുതിയ പ്രായോഗിക ക്രമീകരണങ്ങൾ ആലോചിക്കുകയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളും രഹസ്യ നിരീക്ഷണങ്ങളുടെയും സഹായത്തോടെയുള്ള പുതിയ സംവിധാനങ്ങൾ പോലീസ് വരും ദിവസങ്ങളിൽ ആവിഷ്കരിച്ചേക്കും.